സിനിമയുടെ മാജിക്കാണ് മാജിക് എന്ന് വർഷങ്ങൾക്ക് ശേഷത്തിൽ ബേസിൽ ജോസഫ് പറയുമ്പോൾ ലിറ്ററലി റീസെന്റ് ടൈമിൽ ഒരു സിനിമ തിയേറ്ററിൽ നിന്നാണ് വിത്ത് സിനിമയുടെ മാജിക് ആണെന്ന് എനിക്ക് പറയാൻ തോന്നിയത് ദേവദൂതന്റെ റീ റിലീസ് കണ്ടപ്പോഴാണ്. ഒരു 24 വർഷം മുമ്പ് ഇറങ്ങി ഫ്ലോപ്പായ ഒരു സിനിമ റീ റിലീസ് ചെയ്തിട്ട് ഹൗസ്ഫുള്ളായിട്ട് അവസാന സെക്കൻഡ് എൻ ക്രെഡിറ്റിന്റെ അവസാന സെക്കൻഡ് ഒരാൾ പോലും ലിറ്ററലി ഒരാൾ പോലും പുറത്തിറങ്ങാണ്ട് ആ സിനിമ തീരുന്നത് വരെ ഒരുമിച്ച് ഇരുന്ന് കണ്ട് കഴിയുമ്പോൾ എഴുന്നേറ്റ് സ്റ്റാൻഡിങ് ഒവേഷനിൽ ക്ലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ റീസൺ ഒന്നുമില്ല, ലോജിക് ഒന്നുമില്ല. ഇറ്റ്സ് പ്യുവർ മാജിക്, സിനിമയുടെ മാജിക് ആണ്. നമുക്കിന്ന് സംസാരിക്കാനുള്ള ദൈവദൂതൻ എന്ന സിനിമയുടെ കഥയെ പറ്റിയാണ്. ഒരു ബോർഡിംഗ് സ്കൂളിലെ ഒരു കുട്ടിയെ ലീഡ് ക്യാരക്ടറായിട്ട് എഴുതിയ സ്ക്രിപ്റ്റിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന ലാലേട്ടനെ വെച്ച് ചെയ്ത ഫൈനൽ വേർഷനിലോട്ട് എത്തിയതിന്റെ കഥയെ പറ്റിയും എന്തുകൊണ്ട് ഈ സിനിമ അന്ന് ഇറങ്ങിയപ്പോൾ അത്രയും ഹിറ്റ് ആവാത്തതിന്റെ റീസൺസും പിന്നീട് ഇതെങ്ങനെ ഒരു കൾട്ട് ക്ലാസിക് ആയതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. വെൽക്കം ടു ഓട്ടോമോട്ടീവ് സിനിഫയൽ. റീ റിലീസുകൾ ട്രെൻഡായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം, മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഒരുപാട് സിനിമകൾ പണ്ട് ഇറങ്ങി ഹിറ്റായ സിനിമകൾ റീ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീമാസ്റ്റർ ചെയ്ത് റീ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലും ദേവദൂതന്റെ സിനിമകളുടെ കാര്യം യൂണീക്കാണ്, സ്പെഷ്യലാണ്. കാര്യം ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഗില്ലിയാണെങ്കിലും പോക്കിരി അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ സ്ഫടികമാണെങ്കിലും ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹിറ്റായി ഒരുപാട് ഫാൻ ബേസ് ഉണ്ടാക്കിയ സിനിമകളാണ് ഇപ്പൊ റീ റിലീസ് ചെയ്യുന്നത്. പക്ഷെ ദേവദൂതന്റെ കേസിൽ അങ്ങനെയല്ല. ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പായി ബോക്സ് ഓഫീസിൽ ഒട്ടും ഹിറ്റ് ആവാണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ദേവദൂതൻ. അതാണ് 24 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്ത് ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവദൂതന്റെ സിനിമയുടെ കഥ ഈ സ്പെഷ്യൽ യുണീക്കാണ്. പിന്നെ ദേവദൂതന്റെ കഥ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ, ഒരു ഓൾമോസ്റ്റ് ഒരു 4 decades ഒരു 42 years മുമ്പ് തുടങ്ങിയതാണ് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ. ദേവദൂതൻ സിനിമയുടെ ഒറിജിൻ ഒരു 1983 സിബി മലയിൽ നവോദയ സ്റ്റുഡിയോയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡെബ്യൂ മൂവി എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്ലാൻ ചെയ്ത മൂവിയാണ് ദേവദൂതൻ. അന്ന് ദേവദൂതന്റെ മൂവിയുടെ കഥ ഇങ്ങനെ ആയിരുന്നില്ല. സിബി മലയിലും സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പാലരും കൂടി എഴുതി വെച്ച കഥയിൽ ഒരു ബോർഡിംഗ് സ്കൂളിന്റെ സെറ്റിൽ നടക്കുന്ന സംഭവമായിട്ടായിരുന്നു അവർ ആദ്യം എഴുതിയത്. ഓൾമോസ്റ്റ് 1 year ഓളം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത സ്ക്രിപ്റ്റിൽ ഒരു ബോർഡിംഗ് സ്കൂളിലെ സ്റ്റുഡന്റ് ആയിരുന്നു ലീഡ് ക്യാരക്ടർ. അതിൽ ഈ ബ്ലൈൻഡ് മ്യൂസീഷ്യനായിട്ട് അവര് ഉദ്ദേശിച്ച നസ്രുദ്ദീൻ ഷാഹിനെയും ലവറായിട്ട് മാധവിനെ ആയിരുന്നു. അന്ന് സിനിമയുടെ ടൈറ്റിൽ 7 Bells എന്നായിരുന്നു. പക്ഷെ ഒരുപാട് കാരണങ്ങൾ ഇതുകൊണ്ട് ആ സിനിമ നടക്കാതെ വരെയും ഇവര് ദേവദൂതന്റെ പ്ലാൻ ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. അന്ന് ഈ സിനിമ നടക്കാതെ പോയതിന് ശേഷം പിന്നീട് 2000 സിയാ കോക്കർ എന്ന പ്രൊഡ്യൂസറുമായി ചേർന്നാണ് ഇത് വീണ്ടും ഈ സിനിമ റീവർക്ക് ചെയ്താലോ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നത്. അന്ന് പ്ലാൻ ചെയ്യുമ്പോഴേക്ക് സിബി മലയാളം സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ബോർഡിംഗ് സ്കൂളിൽ നിന്നും ഉള്ള സ്റ്റോറി കുറച്ച് ചേഞ്ചസ് വന്ന് കോളേജിലേക്കാക്കി 2 കോളേജ് ലവേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയത്. എന്നിട്ട് ഇവർ ഇതിൽ വേണ്ടി കാസ്റ്റ് ചെയ്യാൻ യങ് ആക്ടേഴ്സിനെ ആയിരുന്നു നോക്കിയത്. പുതിയൊരു ന്യൂ ഫേസ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്യാനായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ഇവർ അതിനുവേണ്ടി ആദ്യം അപ്രോച്ച് ചെയ്തത് മാധവനായിരുന്നു. പക്ഷെ മാധവ് അന്ന് മണിരത്നം സാറിന്റെ സിനിമ അലൈപ്പായുധയുടെ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായതുകൊണ്ട് മാധവന് ഇത് ചെയ്യാൻ പറ്റാണ്ട് വരികയും ചെയ്യുന്നു. ആ സമയത്താണ് സിയാ കോക്കേഴ്സ് മോഹൻലാലിനോട് ഈ ദേവദൂതന്റെ കോൺസെപ്റ്റ് പറയുകയും മോഹൻലാൽ സാറിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ഇത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ ഇവരോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെയും ഒരു 1 year ഇവര് സ്ക്രിപ്റ്റിൽ റീവർക്ക് ചെയ്ത് മോഹൻലാൽ എന്നുള്ള ആക്ടറിന് ലീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്ത് ഇറക്കിയ സിനിമയാണ് നമ്മളിപ്പോൾ കാണുന്ന ദേവദൂതന്റെ ഫൈനൽ വേർഷൻ. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്ററുകളിൽ വലിയൊരു ഫ്ലോപ്പായി മാറുകയായിരുന്നു. അദ്ദേഹം സിബി മലയിൽ സാർ തൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടു ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ
റിലീസ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നില്ല അദ്ദേഹം വിചാരിച്ചിരുന്നത് വെച്ചാൽ. അപ്പോൾ ഇത്രയും വലിയൊരു ഫ്ലോപ്പായി മാറിയപ്പോഴേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് വരെ പോകുന്ന രീതിയിൽ ഒരു 3-4 ആഴ്ചയോളം ഒരിടത്തും പോകാണ്ട് വീട്ടിൽ തൻ്റെ റൂമിൽ തന്നെ ഇരിക്കുന്ന രീതിയിലേക്ക് അത്രയും അദ്ദേഹത്തെ മെന്റലി എഫക്ട് ചെയ്ത് വെച്ചു ഈ സിനിമയുടെ ഫ്ലോപ്പ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഈ സിനിമ ഒരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ മൂവി ആയിരുന്നില്ല. കാര്യം ആ വർഷത്തെ മികച്ച മ്യൂസിക് ഡയറക്ടർ, മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ, മികച്ച പോപ്പുലർ മൂവിക്കുള്ള സ്റ്റേറ്റ് അവാർഡുകൾ ലഭിച്ച സിനിമയായിരുന്നു ദേവദൂതൻ. ബെസ്റ്റ് മൂവി ഇൻ പോപ്പുലർ അപ്പീൽ ആൻഡ് എസ്തറ്റിക് വാല്യൂ എന്നുള്ള അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ പോലും ഈ അവാർഡ്, പോപ്പുലർ മൂവി എന്നുള്ള അവാർഡ് അർഹതപ്പെടുന്നില്ല, ഇത് ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ള രീതിയിൽ സിബി മലയിൽ അവാർഡ് സ്വീകരിച്ചില്ല. ദേവദൂതൻ എന്നെ വല്ലാതെ തളർത്തി കഴിഞ്ഞതിൻ്റെ പരാജയം. ഞാൻ കുറേ കാലം വീട്ടിൽ നിന്നും പുറത്തിറക്കത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ട് കൊണ്ടു നടന്നൊരു പ്രോജക്റ്റായിരുന്നു. അത് നിഷ്കരണം തിയേറ്ററുകളിൽ നിരാകരിക്കപ്പെട്ടപ്പം ഇത് പരിപാടി വേണ്ടെന്ന് വെച്ച് ഞാൻ വെറുതെ എങ്ങും പോകാതെ വീട്ടിലിരുന്നു. ഈ സിനിമ എന്തുകൊണ്ടാണ് അന്ന് ഹിറ്റ് ആവാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് റീസൺസ് കണ്ടെത്താൻ പറ്റും. കാര്യം അന്നത്തെ ഓഡിയൻസിന്റെ ഇടയിൽ ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിന് ഉണ്ടായ ഒരു ഇതുണ്ട്. ഇതിനു മുമ്പ് ലാലേട്ടൻ്റെ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമ നരസിംഹമായിരുന്നു. അപ്പോൾ നരസിംഹത്തിൽ ഒരു കംപ്ലീറ്റ് ആക്ഷൻ മാസ് സിനിമ പോലത്തെ ഒരു മോഹൻലാലിനെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു മോഹൻലാലിനെ പ്രതീക്ഷിച്ച് ഇത് കയറിയ ആൾക്കാർ നിരാശപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഒരിക്കലും അന്നത്തെ ജനറേഷന് ഹോളിവുഡ് സിനിമകളോ ഇന്റർനാഷണൽ സിനിമകളോടുള്ള ഇത് കുറവായിരുന്നു, കാണുകൾ കുറവായിരുന്നു, അതിനോടുള്ള എക്സ്പോഷർ കുറവായിരുന്നു. അപ്പോൾ അവർക്ക് ഒട്ടും കണ്ടു പരിചയമില്ലാത്തൊരു കൈൻഡ് ഓഫ് സെറ്റിങ്സും കൂടി ആയിരുന്നു ഈ സിനിമയ്ക്കുള്ളത്. അതുവരെ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള ഏകദേശം ഈ വിക്ടോറിയൻ പീരീഡിലൊക്കെ ഉള്ള പോലത്തെ കോസ്റ്റ്യൂംസ് ആയാലും അല്ലെങ്കിൽ ബിൽഡിങ്സ്, ആ ഫ്രെയിം വർക്ക് ആണെങ്കിലും ഒരു ഹോളിവുഡ് മൂവിയിൽ കാണുന്ന രീതിയിലുള്ള ഫ്രെയിം വർക്ക്, ഈവൻ ക്യാരക്ടേഴ്സിന്റെ നെയിമുകളായാൽ പോലും ആൽബർട്ടോ, ഏഞ്ചലിൻ ഇഗ്നീഷ്യസ്, വില്യം ഇഗ്നീഷ്യസ് അങ്ങനത്തെ പേരുകളും മലയാളികൾക്ക് ഒട്ടും റിലേറ്റബിൾ അല്ലാത്ത കൈൻഡ് ഓഫ് സെറ്റിംഗ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായത്. ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് ആയിരിക്കാം പെട്ടെന്ന് ഒരു മലയാളി ഓഡിയൻസിന് കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും പറ്റാത്ത, അന്നത്തെ ജനറേഷന് പറ്റാത്തതുകൊണ്ട് ആയിരിക്കാം ഇത് ഫ്ലോപ്പ് ആയത്. പിന്നെയെന്ന് വെച്ചാൽ അന്നത്തെ ഓഡിയൻസ് ഇത് ഒരു കോമഡി മൂവി എന്നുള്ള രീതിയിൽ പോയിട്ട് കോമഡി മൂവി അല്ല, റൊമാൻറ്റിക് മൂവിയോ അല്ല, അന്ന് ഹൊറർ എന്ന് പറഞ്ഞാൽ ഹൊറർ മൂവി ആണെങ്കിൽ പോലും അന്ന് നമ്മൾ മലയാളത്തിൽ ഇതുവരെ കണ്ടു പ്രേതത്തിനെ കാണിച്ച് പേടിപ്പിക്കുന്ന സെറ്റപ്പ് പരിപാടിയല്ല. ഇതിൽ ജസ്റ്റ് സൗണ്ടിലും മ്യൂസിക്കിൻ്റെ ഇതിലൂടെ ഒരു പ്രേതമല്ല, ഗോസ്റ്റ് ഹെൻഡ് എന്നുള്ള രീതിയിൽ ഒരു ഫീല് വരുത്തുന്ന രീതിയിലത്തെ സീക്വൻസ് ആയിരുന്നു ഇതിലുണ്ടായത്. അപ്പോൾ അന്നത്തെ ജനറേഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അന്നത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ മൂവീസിനോടും ഹോളിവുഡ് മൂവീസിനോടൊക്കെയുള്ള എക്സ്പോഷർ കുറവായതുകൊണ്ട് മലയാള സിനിമയിൽ അതുവരെ കാണാത്തൊരു രണ്ട് മൂവി പെട്ടെന്ന് നമ്മൾ ആ ജനറേഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സൂപ്പർ സ്റ്റാറിനെയാണ് ആൾക്കാർ കാണുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ ചെയ്ത വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് കാണുന്നത്. അതിൽ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കാം അന്ന് ഈ സിനിമ ഫ്ലോപ്പ് ആയത്. പിന്നീട് ഈ മൂവിക്ക് എങ്ങനെ ഒരു കൾട്ട് ക്ലാസിക് ഫോളോയിങ് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കോവിഡ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടങ്ങളിൽ ആൾക്കാർ വീണ്ടും ഈ സിനിമ കാണുകയും കണ്ടവർ റീവാച്ച് ചെയ്യുകയും, അതിനുപരി മ്യൂസിക്കിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. വിദ്യാസാഗർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാൻ. കാര്യം ഇപ്പൊ പേഴ്സണലി ഞാൻ ഈ സിനിമ കാണുന്നത്, ഫസ്റ്റ് ടൈം കാണുന്നത് എന്തൊരു മഹാനുഭവം സോങ് കാണുകയും ആ സോങ് വളരെയധികം ഇഷ്ടപ്പെടുക, അതിന്റെ വിഷ്വൽസ് വളരെ ഇഷ്ടപ്പെടുക, ഇത് എന്താ സംഭവം എന്നൊന്ന് അറിയണമല്ലോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാൻ ഈ സിനിമ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നത്. മിക്കവരും അല്ലെങ്കിൽ ഈ 24 ഇയേഴ്സോളം ഈ സിനിമ ദേവദൂതൻ എന്നുള്ളൊരു സംഭവം ഇങ്ങനെ എല്ലാവരും പറയില്ല. കാര്യം ഇതിലത്തെ സോങ്ങുകൾ എല്ലാവരുടെയും പ്ലേലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും വർഷം ഈ സിനിമ നീണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ആ ഒരു അട്രാക്ഷനോട് നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് റീസൺ വിദ്യാസാഗറിന്റെ മ്യൂസിക് തന്നെയാണ്. അയാൾ സംഗീതത്തിന്റെ രാജാവാണെന്ന് ലാലേട്ടൻ പറയുമ്പോഴുള്ള BGM തൊട്ട് എന്തൊരു മഹാനുഭവം, എല്ലാ സോങ്ങും പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ്. അദ്ദേഹത്തിന് ഇത്രയും വലിയ പ്രസ്റ്റീജിയസ് അവാർഡ് കിട്ടിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നി. ഈ സോങ് ചെയ്ത ഒരു മനുഷ്യനാണ് ഇത്ര ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയെന്നുള്ള രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് വിദ്യാസാഗർ അദ്ദേഹത്തിന്റെ മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മ്യൂസിക് കണ്ട് അട്രാക്റ്റീവ് ആയി ഈ സിനിമയിലോട്ട് ആളുകൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ഈ സിനിമയിൽ അതിൻ്റെതായ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. ഈ സിനിമ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഒരു വേൾഡിലോട്ട് ഹുക്കാവും. ദേവദൂതൻ എന്ന് പറയുന്ന ഒരു പാരലൽ വേൾഡ് പോലെയാണ് ആ വേൾഡ്. ആ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതായിട്ട് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അതിലത്തെ ക്യാരക്ടേഴ്സും എല്ലാം. ഈവൻ അതിൽ കുതിരവണ്ടി കാണിക്കുന്നത് പോലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിക്ടോറിയൻ പീരീഡിൽ ആ ഒരു ഏരിയയിൽ കാലഘട്ടത്തിലത്തെ ഇതൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു വേൾഡിലോട്ട് ഹുക്കാവുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് മാസ്റ്റർ പീസാണ് സിനിമ. സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും, അഭിനയമാണെങ്കിലും, മോഹൻലാൽ വിൻറ്റേജ് മോഹൻലാൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ മോഹൻലാൽ വിശാൽ കൃഷ്ണമൂർത്തിയായി ജീവിച്ച സിനിമയാണിത്. അപ്പോൾ ആ ഒരു സിനിമയിലോട്ട് എത്താനുള്ളൊരു പ്രധാന കാരണം വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലിരുന്ന് പഴയ സിനിമകൾ റീവാച്ച് ചെയ്യുന്നതിൻ്റെ കൂടത്തെയാണ് ഇതിന് ആളുകൾ വീണ്ടും ഒരുപാട് കണ്ട് ഒരു കൾട്ട് ഫാൻ ഫോളോയിങ് വരാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിബി മലയിൽ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു മാഗ്നറ്റിക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു ഡയറക്ഷൻ കൂടി. കാര്യം നമ്മൾ സീരീസൊക്കെ, എനിക്ക് പേഴ്സണലി വലിയ വലിയ സീരീസുകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആ വേൾഡിൽ ഒരു പാർട്ടായിട്ട്, ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് കാണുമ്പോൾ വെസ്റ്റ്റോസ്, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ തിങ്സ് കാണുമ്പോൾ ഹോക്കിൻസ്, ആ ഒരു ഏരിയ, ആ ഒരു വേൾഡിൽ നമ്മളൊരു പാർട്ടാണെന്നുള്ള ഫീൽ തോന്നുന്നു. പക്ഷെ ഒരു 2 മണിക്കൂർ സിനിമ കൊണ്ട് ആ വേൾഡിൻ്റെ ഒരു പാർട്ടാണ് നമ്മളെന്നുള്ളൊരു ഫീല് കിട്ടാൻ വളരെ പാടാണ്. എനിക്ക് അങ്ങനെ പേഴ്സണലി ആ ഒരു സിനിമ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് സിബി മലയിൽ സാറിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ട്. ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി ഫ്ലോപ്പായ ഒരു സിനിമ ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്ത് ഹൗസ്ഫുൾ ആയിട്ട് തിയേറ്ററുകൾ ഓടുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, സിനിമയുടെ മാജിക്. അന്ന് ബെസ്റ്റ് പോപ്പുലർ മൂവിക്കുള്ള അവാർഡ് തനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് വിചാരിച്ച് സിബി മലയിൽ സാർ സ്വീകരിക്കാതിരുന്നപ്പോൾ ഇന്ന് ഈ സിനിമ കിട്ടുന്ന സ്വീകാര്യത, 24 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ സിനിമ കിട്ടുന്ന സ്വീകാര്യത കാണുമ്പോൾ നമുക്ക് പറയാം, യു ഡിസേർവ്ഡ് ഇറ്റ്, ദിസ് മൂവി ഡിസേർവ്ഡ് ഇറ്റ്. Thank you, Sibi Malayal sir, Mohanlal sir and Vidyasagar for this classic movie. Thank you.